ഇന്ത്യയുടെ ചരിത്രത്തിൽ സൈനിക ശക്തിയുടെ പിൻബലത്തോടെ ദക്ഷിണേന്ത്യയുടെ ഭൂപടത്തെ തന്നെ തിരുത്തിയെഴുതിയ ഒന്നായിരുന്നു 1971 ബംഗ്ലാദേശ് യുദ്ധം. എന്നാൽ ഇന്ത്യയുടെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടണമെങ്കിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനെ കൂടെ തകർക്കണമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു യുവ സൈനികനും ആ യുദ്ധത്തിൽ പങ്കുകൊണ്ടിരുന്നു. ഇന്ത്യൻ സേനയുടെ നേതൃത്വം തനിക്ക് എന്തെങ്കിലും ലഭിച്ചാൽ വെറുമൊരു ലഫ്റ്റനന്റ് കേണൽ മാത്രമായിരുന്ന താൻ അത് നടപ്പിലാക്കുമെന്ന് അന്ന് അയാൾ പ്രതിജ്ഞയെടുത്തു. പാകിസ്ഥാനെ തകർക്കാൻ മുൻകൈയെടുത്ത പിൽക്കാലത്ത് ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്ന ജനറൽ KS സുന്ദർജി എന്ന കൃഷ്ണസ്വാമി സുന്ദർജി 1986 ഓപ്പറേഷൻ ബ്രാസ്റ്റാക്സ് എന്ന പേരിൽ ഇന്ത്യയുടെ 2 അതിർത്തി സംസ്ഥാനങ്ങളിൽ ഒരു വൻ ആക്രമണ നീക്കം നടത്തി രണ്ടാം പാക് വിഭജനത്തിന് പദ്ധതിയിട്ട ഈ ഇന്ത്യൻ മേധാവി 1928 തമിഴ്നാട്ടിലാണ് ജനിക്കുന്നത്. മദ്രാസ് പ്രസിഡൻസിയിലുള്ള ചെങ്കൽപ്പട്ട് ജില്ലയിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. ചെറുപ്രായത്തിൽ തന്നെ പഠനത്തിലും കഴിവിലും മികവ് പുലർത്തിയ അദ്ദേഹം കൗമാരപ്രായം എത്തിയപ്പോൾ തന്നെ തമിഴ് ആയോധന കലകളിലും ഇംഗ്ലീഷ് അടക്കമുള്ള ഇതര ഭാഷകളിലും പ്രാവീണ്യം നേടി. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ബിരുദ പഠനത്തിന് ശേഷം 1945 ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ സെക്കൻഡ് ലഫ്റ്റനന്റായി ചേർന്നു. 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യൻ സേനയുടെ ഭാഗമായി കാർഗിൽ പാക് നുഴഞ്ഞുകയറ്റക്കാരുമായി പോരാടി. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ലെങ്കിലും ലഡാക്ക് മുന്നണിയിലേക്കുള്ള കരസേനയുടെ ലോജിസ്റ്റിക് പ്ലാൻ കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായി. സേനയിലെ ആയുധങ്ങളുടെ അപര്യാപ്തത അദ്ദേഹത്തെ വളരെ നിരാശനാക്കിയിരുന്നു. ചൈനയോട് ഏറ്റുമുട്ടി ഇന്ത്യ പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണം സൈനിക പിൻബലവും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാകാത്ത അന്നത്തെ രാഷ്ട്രീയ നേതൃത്വമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. 1965 നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ സേനയ്ക്ക് മികവുറ്റ നേതൃത്വവും നൽകി. ഇതിലെ പ്രകടനത്തിന് അംഗീകാരം എന്ന വണ്ണം 2 മാസത്തിനുള്ളിൽ അദ്ദേഹത്തെ ലഫ്റ്റനന്റ് കേണലായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. തുടർന്നാണ് 71 ബംഗ്ലാദേശ് യുദ്ധത്തിൽ കിഴക്കൻ പാകിസ്ഥാനി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൈനിക മേധാവികൾ നിലംപരിശാക്കിയത്. ഈ നേട്ടം സുന്ദർജിക്ക് രാജ്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തി ഉയർത്തി. തുടർന്ന് ദിവസങ്ങൾക്കകം ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ജനറലായി ഉയർത്തുകയും ചെയ്തു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇന്ത്യൻ സേനയുടെ മാരകമായ മെറ്റാനിസ് ഇൻഫൻട്രി റെജിമെന്റുകളെ സൃഷ്ടിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിനു ശേഷം രാജീവ് ഗാന്ധി സർക്കാർ അദ്ദേഹത്തെ ഇന്ത്യയുടെ 13ാമത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫായി പ്രഖ്യാപിച്ചു. തുടർന്ന് നിരവധി നവീകരണ പദ്ധതികളാണ് ആർമിയിൽ അദ്ദേഹം കൊണ്ടുവന്നത്. രാജസ്ഥാൻ മരുഭൂമിയിൽ ഓപ്പറേഷൻ ബ്രാസ്റ്റാക്സ് എന്ന വൻ സൈനിക നീക്കത്തിന് ഉത്തരവിട്ടു. പാക്കിനെ പ്രകോപിപ്പിച്ച് യുദ്ധത്തിനിറക്കുക എന്ന തന്ത്രമായിരുന്നു അന്ന് അദ്ദേഹം പ്രയോഗിച്ചിരുന്നത്. അതിനായി കരനാവികസേനയിലെ മുൻനിർത്തിയെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ മൂലം പകുതിക്ക് വെച്ച് അദ്ദേഹത്തിന് ആ ദൗത്യത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നു. തുടർന്ന് 43 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചെങ്കിലും നടക്കാതെ പോയ ദൗത്യമായിരുന്നു സുന്ദർജിയുടെ ഏറ്റവും വലിയ വേദന. എഴുത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹം 1999 ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു.